അമ്മ മഹാറാണിയായിട്ടാണല്ലോ. ഉറക്കപ്പായെന്ന് എഴുന്നേറ്റപടിയാണല്ലോ. എഴുന്നേറ്റ പടിയല്ല, എഴുന്നേപ്പിച്ച് വിട്ടതാ പാപ്പിയാപ്പിള. ഇവിടെ തന്നെ കാലും മുഖം കഴുകണം. തനിക്ക് എന്നാ ഇത്ര നിർബന്ധം? നിർബന്ധമൊന്നുമല്ല കുഞ്ഞമ്മേ, പൂതിയാ. ഈ വെള്ളം കോരി മുഖത്ത് വെച്ചാൽ രാമായണവും ഭാഗവതവും ഒന്നും വായിക്കാതെ ഒരു കൈമളങ്ങാനം വായിപ്പോയാലോ? നേടെയൊന്നൊരു കല്യാണം ഉറപ്പിക്കാമല്ലോ. അയ്യടാ, എവിടെ ഇച്ചിരി സോപ്പിങ് തന്നെ? എന്റെ സോപ്പൊന്നുമില്ല, താളിയുള്ളൂ. ആ താളി എങ്കിൽ താളി. അയ്യേ വട്ടാ പനിക്ക്. ഇനിയിപ്പോ 4 ദിവസത്തേക്ക് കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മേടയിൽ ആദ്യം കാണുമല്ലോ മോന്തയ്ക്ക്. പാറു കുഞ്ഞേ, ഓ പുള്ളിക്കാരൻ എന്ന് വരും? മുറത്തെറുക്കൻ ഭാനുവിക്രമ കൈമൾ. എനിക്കെങ്ങനെ അറിയാം? എഴുത്തുകൂത്തൊന്നും ഇല്ലയോ? താനൊന്ന് പോകുന്നുണ്ടോ ശൗരി? ഞാൻ പോവാ. എങ്ങോട്ടാ കാലത്ത്? ഷാപ്പിലോട്ടാന്നോ? പിന്നല്ലാതെ, അടിച്ചങ്ങ് വാറാ. ഈ കള്ളു കുടിച്ചിട്ട് താൻ ചെയ്യുന്ന ഒരേ ഒരു നല്ല കാര്യം ഉറക്ക പാടും. അത് കേൾക്കാൻ രസം. ഓ, അങ്ങനെ നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ പാടുന്നേ. പിന്നെ മാറിയെന്ന് രസിക്കുന്നവര് പിടിയെടുത്ത് എന്തെങ്കിലും തന്നാ ഷാപ്പിലെ പറ്റു കുറേ. ചെട്ടിയിലോട്ട് എന്നിരുന്ന് പാട്, വല്ലവരും വല്ല എറിഞ്ഞു തരും. ആ, അങ്ങോട്ട് തന്നെ പോകുന്നേ. ഭാനുവിക്രമന്റെ വിവരം അറിയിക്കണേ. കമ്പി അടിക്കാം ഷാപ്പിലോട്ട്. ഷാപ്പിലോട്ടാണെ മണിയോടെ വെച്ചാ മതി, വെക്കം കിട്ടും. ഓ ஞானப்பழத்தை பிழிந்து നിർത്തടോ, കൊറേ നേരമായല്ലോ ഈ ഞാനപ്പഴത്തെ പിഴിന്ന്. പിഴിയാൻ അത്രയ്ക്ക് കൊതിയാണ് 5-6 നാരങ്ങ മേടിച്ചേരാം. പിഴി. എന്തിനു നാരങ്ങ? ഡാൻസ് സ്കൂളിൽ പിള്ളേരില്ലേ, കാശിന് വേണ്ടി ശരിക്ക് പിഴിയുന്നുണ്ടല്ലോ. സറകുട്ടിയെ ഒന്ന് നിക്ക്, കണ്ടോട്ടെ. അങ്ങനെ ഇപ്പൊ കാണണ്ട. ചേട്ടൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? നിർത്തടോ, ചന്തേന്ന് മേടിച്ച സാധനം എന്തുവാന്ന് കാണാനാ? എന്നത്തിനാ ഇപ്പൊ അത്? അതെ, രാവിലെ വന്നതാ. വള്ളം ഇവിടെ കിടപ്പുണ്ട്. ശൗരി മാപ്പിളെ കാണാനില്ല. ആ കൂടയിലുണ്ടോന്ന് അറിയാനാ. എന്നിട്ട് വേണം ആളെ വിട്ട് തോട്ടി തപ്പാൻ. എന്നാ സമയം കളയണ്ട, ഇറങ്ങി തപ്പിക്കോ. 3 പേർക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. പാപ്പിച്ചേട്ടനോട് ഞാൻ പറഞ്ഞെന്ന് പറയണം. ശൗരിയുടെ പോക്ക് ശരിയല്ല. കുപ്പിയിലും കുടത്തിലും തുടങ്ങി ഇപ്പൊ അവരെ ഒരു ഷാപ്പാ. നശിച്ചു. അളിയനോ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തോമാച്ചിയെ കണ്ടു. ഷാപ്പിൽ നല്ല മൂത്ത സാധനം വന്നിട്ടുണ്ടെന്ന്. നമുക്ക് പോട്ടെ. ഷാപ്പിലോട്ടല്ല, അങ്ങോട്ട്. എങ്ങോട്ട്? ആ, താനപ്പെത്തിടൂ. പാതിര കഴിഞ്ഞു, ഉറങ്ങിപ്പോയി. ബഷീറേ, ഈ നാട്ടിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. പരാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആര് പരാതി പറഞ്ഞെന്നാ? ഇയാൾക്കിതൊന്നും പോരെന്നാ വെറുപ്പ്. പോരാത്തവന്മാര് പോട്ടെ, നമുക്ക് നാടൻ നടന്നാ പോരെ. ആ, വാ, ഒരു കട്ടനടിക്കാം. പടാ വൈദ്യരെ. വൈദ്യരെ വൈദ്യരെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡോക്ടറെ വിളിച്ചാല്? എന്നാ നീ വരണ്ട. ഞാൻ വരാം. വേണ്ട. ഞാനോ? ഒട്ടും വേണ്ട. വൈദ്യരായിട്ട് വരാൻ ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ஞானப்பழத்தை பிழிந்து ഒരുപാട് കളിച്ചാണോ ഈ നാടകം? ഈ നാടകം കളിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മറ്റു പല നാടകങ്ങളും കളിച്ച് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് നാട്ടാരെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുക നാട് ഭരിക്കുന്നവര്. തെളിച്ചു പറ ബഷീറേ. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, 1947 ആഗസ്റ്റ് 15-ന്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ചു പിടിച്ച് ഭരിക്കാൻ വേണ്ടി നാടിനെ രണ്ടാക്കി നേതാക്കന്മാര്. നേതാക്കന്മാരെ എന്തിനാ കുറ്റം പറയുന്നത്? മുസ്ലിങ്ങൾക്ക് സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടല്ലേ? മുസ്ലിങ്ങളോ? ഞാനും ഒരു മുസൽമാനാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു മുസൽമാൻ. എന്നെ പോലെ എത്രയോ ആയിരങ്ങളുണ്ട് ഈ നാട്ടിൽ. അവിടെയും ഇവിടെയും അള്ളാഹു ഒന്ന് തന്നെയാണ്. എന്തിനു പിന്നെ നമ്മുടെ നാടിനെ വെട്ടിമുറിച്ചു? അവിടെ തുടങ്ങി ശൗര്യ ആഴ്ത്ത തെറ്റ്. ഒരു യേശുദേവന്റെ പേരില് എത്ര സഭകള്, പള്ളിക്കമ്മിറ്റികൾ നമ്മുടെ നാട്ടിൽ. ഓരോ ദേവസ്വങ്ങൾക്കായി നാട് പങ്കിട്ട് കൊടുത്താൽ നശിച്ച് നാനാവിധമാവില്ലേ നമ്മുടെ നാട്? ദൈവങ്ങളല്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മൾ തന്നെ. നമ്മളെന്ന് വെച്ചാ നമ്മൾ വോട്ട് ചെയ്ത് നിരത്തിയിട്ടിരിക്കുന്ന ഭരണക്കസേരകളിൽ കയറിയിരുന്ന് കുറെ കള്ളപ്പണക്കാർക്ക് വേണ്ടി നമ്മളെ ഭരിച്ചു രസിക്കുന്ന രാഷ്ട്രീയക്കാര്. താനീ പറയുന്നതും ഭരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമല്ലേ? സമ്മതിച്ചു, നന്നായി ഭരിക്കാൻ വേണ്ടി. നാടിന്റെ സ്വാതന്ത്ര്യവും നാട്ടുകാരുടെ സ്വാതന്ത്ര്യവും രണ്ടും രണ്ടല്ല. നാട്ടുകാർക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് എന്റെ വിവരക്കേടാ. നമ്മുടെ ഈ ആയിരപ്പുറ പാടശേഖരത്തിന്റെ കാര്യം തന്നെ എടുക്കാം. കഴിഞ്ഞ 2ാം കൃഷി വരെ ഒന്നിച്ച് കൃഷി ചെയ്തിരുന്നാണേ. മേടയിലെ പാടമാണേലും ചെലവ് കഴിഞ്ഞ ആദായം എല്ലാവർക്കും ന്യായമായിട്ട് വിധിച്ചു വന്നിരുന്നു കൈമളദ്ദേഹം, ഇല്ലയോ? എന്നാ ഈ വക്കീലിങ്ങോട്ട് കെട്ടിയെടുത്തത് ഞാനൻ. അയാൾക്ക് എന്നാ കൃഷി എറിഞ്ഞിട്ടാ? പട്ടണത്തിൽ കേസില്ല വക്കീലായപ്പം കോട്ട് മടക്കി പെട്ടി വെച്ച് കതറൂട്ടുണ്ട് ഇങ്ങോട്ട് പോന്നു. നാട്ടുകാരെ സ്വാതന്ത്ര്യം പുഴുങ്ങി ഊട്ടാൻ നിറച്ചുണ്ടേ എല്ലാരും. കൈമളദ്ദേഹത്തിന് ജന്മി എന്ന് പേരുവിട്ട് കോടതിയെ കയറ്റി പാട്ടക്കാരന്റെ നിയമം വളച്ചൊടിച്ചു. കുറെ പേർക്ക് കുറെ കഷണം കിട്ടി. വേലാതിനൊരു കഷ്ണം, കുഞ്ഞുകുഞ്ഞനൊരു കഷ്ണം,
ചോദിക്കും കാളിക്കും അപ്പുറം മാറി വേറെ കുറെ കഷ്ണം. ചെലവിന്റെ പേരും പറഞ്ഞ് വക്കീൽ ഫീസിന് പുറമെ വിളവെല്ലാം പലിശയായിട്ട് അവന്മാരങ്ങ് എടുക്കുവാന്നേ ചേറുവരെ തിന്നാൻ പറ്റുമോ? പാടം തുണ്ടുണ്ടാക്കി കൃഷി നശിക്കുക. ഈ കണക്കിന് പോയാൽ 4-5 കൃഷി കൂടി കഴിയുമ്പം കഷണം കെട്ടിയവരെല്ലാം മുദ്രപത്രം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. ഉണ്ണാൻ നെല്ലിന് 4 നീള് ഇറങ്ങി വയറ്റ് തെളിച്ച് പാടേണ്ടിയും വരും. ഇപ്പൊ എന്നാ ഒരു വഴി? 2 വഴിയുണ്ട്. ഒന്ന്, വക്കീലിൽ ഇതെല്ലാം കൂടെ പണയം വെച്ചിട്ട് അയാളുടെ കോട്ടിലെ മൂട്ടയായിട്ട് ചോര കുടിച്ച് ജീവിക്കുക. അതല്ലെങ്കിൽ പഴയതുപോലെ കൃഷി ചെയ്ത് എല്ലാവർക്കും കൂടെ സുഖമായിട്ട് ജീവിക്കുക. കൃഷി ചെയ്യുന്ന ഭൂമി കൃഷിക്കാർക്കുള്ളതാ. അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ടൊന്ന് ചോദിച്ചു വാങ്ങിക്കണം. ശൗര്യ ഇതിന്റെ എല്ലാം പിന്നിൽ. ഇവൻ എന്നാത്തിനായി ആവശ്യമില്ലാത്തത് പറഞ്ഞു നടക്കുന്നേ? തോന്യാസയെ കാണിക്കൂന്ന് വെച്ചാ ഞാൻ എന്നാ ചെയ്യാ അമ്മാനെ? ഞാൻ പറഞ്ഞു പറയിപ്പിച്ചാന്നേ അയാള് പറയത്തുള്ളൂ. അത് നേരെ അമ്മാനെ. എന്റെ അളിയനല്ലയോ, ഇവള് കയറി ചെല്ലേണ്ട വീടല്ലയോ അത്. എന്നാ പറ്റിയച്ചാ? എന്നാ പറയാനാ കുഞ്ഞെ, ഇന്ന് അദ്ദേഹത്തിന്റെ പാട കമ്മിറ്റി ഉണ്ടായിരുന്നു, ശൗര്യ അദ്ദേഹത്തിന്റെ. അളിയൻ വക്കീലിന് ഒരുപാട് തെളിവ് പറഞ്ഞു എന്നാ കേട്ടെ. ഞാൻ അത്രയിടം പോയി വക്കീലിനെ കണ്ട് അവതാ പറയാം. വെറുതെ എന്തിനാ ആൾക്കാരെ മുഷിപ്പിക്കണേ? വരുന്നു വരുന്നു വരുന്നു. എന്നാടാ നിനക്കിവിടെ കാര്യം? എന്നാ പറ്റി? എന്നാ പറ്റിയെന്നോ? വീട്ടിൽ പോടാ. ചുമ്മാ ആളുകളില്ലപ്പ. എന്നാ പാപ്പച്ചേട്ടാ പ്രശ്നം? താൻ ഏതാ? അപ്പ ഇത് ബഷീർ. ഓ, അപ്പൊ താനാ ഇതിന്റെയൊക്കെ ഇൻചാർജ്? പാപ്പിച്ചേട്ടാ, ഇത് വെറും നാടകവും ബാലയൊന്നുമല്ല. നമ്മുടെ സ്വാതന്ത്ര്യവും അവരുടെ നാടകവും കൂട്ടിക്കുഴച്ചുള്ള ഒരു മിശ്രിതം. കാക്കാരിശി പോലെ ഒരു ചവിട്ട് തിരുവായിര. നാവ് വായിലിട്ടോണ്ട് മിണ്ടാണ്ടിരുന്നോണം, അല്ലെ ചവിട്ട് നീ മേടിക്കും. നീ ആരാടാ വക്കീലിന് തെളിവ് പറയാൻ? ആര് തെളിവ് പറഞ്ഞ അപ്പനീ പറയുന്നേ? ചേട്ടാ ഞങ്ങളവിടെ ഒരു മീറ്റിംഗ് കൂടിയതാ. ഈ കരയെ വെച്ച് തന്നെ വേണോ തന്റെ മീറ്റിംഗ്? അപ്പനെന്ന് പോകുന്നുണ്ടോ? കരയെല്ലാം പിന്നെ വെള്ളത്തിൽ വെച്ച് മീറ്റിംഗ് കൂടാ. നീ പോടാ. എടോ നേതാവേ, ഞങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരാ. തോന്നിയാസം പറഞ്ഞോണ്ട് നടന്ന കരക്കാരിളകും. ഓ, എന്നെ അടുത്ത് ഇളക്കാനാ? ഒന്ന് പോ അപ്പൻ. ചുമ്മാ നീ അങ്ങോട്ട് വാ, കൂത്തും കഴിഞ്ഞ് ഇളക്കി കാണിച്ചു തരാം ഞാൻ. അപ്പൻ എങ്ങോട്ടാ? ഷാപ്പിലോട്ടാന്നോ? എനിക്ക് തോന്നിയെടുത്ത് പോടാ. നീ ആരാടാ? പോക്കിരികള്. എന്നാ പിന്നെ പോട്ടെ. നാടാ നിറക്കട്ടെ. കോഴി കൂമ്പ് ഇറങ്ങിപ്പോവും കരതണ്ടാൻ. വല്ലതും കഴിക്കാൻ നേരത്ത് കയറി വരും, നാണം കിട്ടാൻ. അപ്പനില്ലാത്തതാണോ എനിക്കെന്തിനാ? ഓ, തുടങ്ങി. ഓ, നാണം കളയാതാനടാ ഇത്രയും നാളും കഴിഞ്ഞത്. അതെ അതെ, ഒന്നും പറയണ്ട. കൈമളേമാന്റെ പുറകെ രാവിലെ നടക്കുന്നതും നാണക്കേടല്ലായിരിക്കും. എന്റെ കൊക്കിൽ അനച്ചുള്ളിടത്തോളം കാലം ഞാൻ കൈമളയമാന്റെ പുറകെ പോകും. ഉണ്ട ഉരുളയ്ക്ക് ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ. ഉരുള കൊണ്ടിട്ടുണ്ടെങ്കിലേ എല്ല് മുറിയെ പണിയും ചെയ്തിട്ടുണ്ട്. എടാ, വിശക്കുന്ന നാട്ടുകാർക്ക് വയറ് നിറയെ വിളമ്പി കൊടുത്തിട്ടുള്ളവരാടാ ആ വീട്ടുകാര്. വേണ്ട, പഴയതൊക്കെ പറഞ്ഞിട്ടിരുന്നാലേ ഏമാനും അപ്പനും ഒരു കൃതവും കിട്ടത്തില്ല. കാലം മാറിയതനുസരിച്ച് മാറിയില്ലെങ്കിൽ ഏമാൻ വഴിയിലിറങ്ങും, പുറകെ അപ്പനും ഇറങ്ങും. നീ ഞങ്ങളുടെ പുറകെ വരണ്ട. എനിക്ക് വേറെ ജോലിയുണ്ട്. ഉണ്ട്. എടാ, കൊന്ന തെങ്ങ് പോലെ വളർന്നിട്ട് നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഈ വീട്ടിനുണ്ടായിട്ടുണ്ടോ? 3 നേരം മൂക്കറ്റം തിന്നാനല്ലാതെ എന്തിനെങ്കിലും നീ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എടാ ഉണ്ടേച്ചു പോടാ. ആ, നിറഞ്ഞു. എടാ നിന്നോടാ പറഞ്ഞത് ഉണ്ടേച്ചു പോടാ. അപ്പം നിറച്ച് തന്നേ. നിങ്ങൾ എന്തിനാ എപ്പോഴും അവനോട് വഴക്കിന് പോകുന്നത്? നീയും കൂടി അവന്റെ കൂടെ ഇറങ്ങിപ്പോ. ഒന്നുമില്ലല്ലോ, ഒരു പ്രായമായ ആൺകൊച്ചനല്ലേ അവൻ. അത് അവനെ ഓർമ്മിപ്പിക്കാനാടി ഞാനീ പറയുന്നത്. അച്ഛനെ പെണ്ണെ ഇടിച്ച് ഈ മട്ടൊക്കെ മാറുവപ്പാ. ഒറ്റ തൊഴി വെച്ചെന്നുണ്ടല്ലോ, കയറി പൊടിയകത്ത്. തലയിരിക്കുമ്പോ ബാലാടുന്നു. അല്ലാതെ പിന്നെ അങ്ങനെ നിന്റെ വയറ്റി പറഞ്ഞതല്ലേ? പോയോ? എടീ മറിയേ, എന്നാ മറിയേക്ക്? നീ പിണങ്ങിപ്പോയതാണോ?